എല്ലാത്തിനും പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വിശപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ കാശ് പോക്കറ്റിലിട്ടിട്ട് ഒരാളും വിളിക്കാത്ത സദ്യക്ക് പോയി കഴിച്ചിട്ട് എൻ്റെ അറിവിലില്ല. ഞാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവന്റ് മാനേജ്മെന്റ് ഫേമിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാറ്ററിങ്ങിന് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല വില അറിയാം ഭക്ഷണത്തിൻ്റെ. കാരണം ഭക്ഷണം കഴിച്ചിട്ട് പകുതി മുക്കാലും വേസ്റ്റാക്കി പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം ഡയലോഗ് പറയുന്നത് സാറാണല്ലേ, ഭക്ഷണത്തിന്റെ വാല്യൂ. അതെനിക്ക് എന്താ പറയാ, അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ സിനിമ മനുഷ്യന്റെ കഥ പറയുന്നത്, അതിലേക്ക് ഒരു സന്ദേശം, ഒരു വിരൽ ചൂണ്ടുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിലുള്ള ചെറിയ കൊച്ചു കൊച്ചു സിനിമകൾ ചെയ്തിട്ടാണ് നമ്മുടെ തുടക്കങ്ങൾ. എന്തായാലും നമുക്കൊരു വലിയ സിനിമ ചെയ്യേണ്ട, ഇനി ഒരു 2.5 മണിക്കൂറിന്റെ ഒരു വലിയൊരു സിനിമ നമുക്ക് ചെയ്യണം. നിരവധി സിനിമാ രംഗത്തുള്ള നിരവധി പേരെ വാർത്തെടുത്ത ഒട്ടനവധി നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു നാടിന്റെ പേരാണ് പൊന്നാനി. വളരെ നല്ലൊരു ആശയമാണ് നമുക്ക് ഇവർ കൈമാറിയത്. കാരണം നമ്മൾ സാധാരണ പറയാൻ ലജ്ജിക്കുന്ന കാര്യം ജനങ്ങൾക്ക് അത് അറിയിച്ചതാണ്. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ജനങ്ങളും കാണികളും ഉണ്ടായി, അത് വളരെ സന്തോഷം. അതുകൊണ്ട് അഭിമാനത്തോടെ തന്നെ പറയും, പറയാത്ത കല്യാണത്തിന് ഞാനും പോയിട്ടുണ്ട് എന്നുള്ള സന്ദേശം ചെറുതല കൂട്ടരെ. ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാൽ എനിക്കൊരു ചായ വേണം. അതെന്റെ ഫേവറേറ്റ് ടൈസി തന്നെ വേണം, ഉന്മേഷത്തിനും ഉണർവിനും. ചായ ഒരു പാനീയം മാത്രമല്ല, അത് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ടൈസി മിൽക്ക് പൗഡർ അതിന് താളം നൽകുന്നു. ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു ജനകീയ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. കലയുടെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഇറ്റില്ലമായ പൊന്നാനിയിൽ സിനിമയുടെ കൂടി ഒരു കാലം കുറച്ചു മുന്നേ കടന്നു വന്നിട്ടുണ്ട്. എന്തായാലും പൊന്നാനിയുടെ ആ സിനിമാ ലോകം ഒന്നുകൂടി വിപുലപ്പെടും വിധം പുതിയ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. പല കാരണങ്ങൾ കൊണ്ടും പൊന്നാനി വളരെ മുന്നേ പ്രശസ്തമാണ്. സിനിമാ കാലത്ത് അല്ലെങ്കിൽ സിനിമയുടെ കാര്യത്തിൽ പൊന്നാനി ഈ അടുത്ത കാലത്താണ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിൽ ഷാനവാസ് ബാബുക്കുട്ടിയിലൂടെയും മറ്റും ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. സിനിമയുടെ കാര്യത്തിൽ പണ്ട് പല്ലവി ഹരിദാസേട്ടൻ തുടങ്ങിയ അഗ്നി ബാപ്പുക്ക തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ശ്രമം ആ കാലത്ത് ഇങ്ങനെ സംവിധാനമില്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ടു പോയെങ്കിൽ അമ്മനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും സക്കീർ ഹുസൈനും അടക്കമുള്ള ആളുകൾ തുടങ്ങിയ ഈ ശ്രമം തീർച്ചയായും കാലങ്ങളെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പ്രശസ്തമായ പൊന്നാനി ലോകത്തിലെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന വലിയ ജുമാ മസ്ജിദും ത്രികാല ഗണപതികളുടെ സാന്നിധ്യമുള്ള തർക്കാവ് ക്ഷേത്രവും സെൻറ് ആന്റണി ചർച്ചും ഒരുമിച്ച് വാഴുന്ന പൊന്നാനി ഇടശ്ശേരിയെ പോലെയുള്ള, കടവനാടിനെ പോലെയുള്ള, ഉറൂബിനെ പോലെയുള്ള, സി രാധാകൃഷ്ണനെ പോലെയുള്ള, അക്കിത്തത്തെ പോലെയുള്ള ഒട്ടനവധി എഴുത്തുകാരുടെ, കവികളുടെ, സാഹിത്യകാരന്മാരുടെ, ചിത്രകലാരംഗത്തെ പുലവതികളായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയും പത്മിനിയും പണിക്കരും ഒക്കെ പൊന്നാനിക്കാരാണ്. എന്തായാലും സിനിമാ ലോകത്തേക്ക് കൂടി പൊന്നാനി വളരെ ഭംഗിയായി കാൽവെച്ചിരിക്കുന്നു എന്ന് ഒരു വലിയ സന്ദേശമാണ് ഈ സിനിമ നൽകുന്നത്. വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായും കണ്ടിറങ്ങുമ്പോൾ മനസ്സിലെവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പോറൽ, ചെറിയൊരു സങ്കടത്തിൻ്റെ ചെറിയ നീർച്ചാലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ മനുഷ്യൻ്റെ കഥ പറയുന്നത്, അതിലേക്ക് ഒരു സന്ദേശം, ഒരു വിരൽ ചൂണ്ടുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ മുഴുവൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ നാട്ടുനന്മയുടെ ഒക്കെ ഒരു ഗുണമാണ് ഇപ്പം ഇന്ന് കണ്ട ഈ സിനിമ. വളരെ മഹത്തായ ഒരു സാധനം. നോക്കിയും എത്ര ചെറിയൊരു സാധനം വെള്ളിത്തിരയിലും കാണാൻ കഴിഞ്ഞു. ഞാൻ കാണുന്ന ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളറിയുന്ന ആളുകൾ ഒന്നിച്ചിരുന്ന് കാണാനും ആ ആളുകളെ സ്ക്രീനിലൂടെ കാണാനും കഴിഞ്ഞ ഒരു അപൂർവ സിനിമയാണിത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ സിനിമയൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ കാണുന്ന ചെറിയ വിഷയങ്ങളല്ല ചെറുത്. നമുക്ക് ലജ്ജ ഇല്ലാതായത് അത്രയാണ് നമ്മുടെ ഏറ്റവും വലിയ കഷ്ടകാലം. ലജ്ജ ഇല്ലാതാവുന്ന കാരണം നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വന്നത് ആർഭാടത്തിലേക്കാണ്. അതിനിടയ്ക്കൊരു സാധനം ഉണ്ട്, അതിനാ പറയാം മിതത്വം അല്ലെങ്കിൽ ലാളിത്യം. ആ ലാളിത്യം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു പ്രമേയം
പറയാതെ പറഞ്ഞൊരു സാധനമാണ് ഈ സിനിമ. അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളണം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാലത്ത് ഇല്ലായ്മ വലിയ പ്രശ്നമായിരുന്നു. അന്ന് ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകാത്ത ആളുകളില്ല. ഇതിൽ അമ്മൻ പറഞ്ഞ മാതിരി എൻ്റെ കൂട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞ കല്യാണത്തിൽ ഞാനും പോയിട്ടുണ്ട്. അതൊക്കെ നമ്മളിതിൽ ഭാഗവക്കാണ്. അതെന്താ അറിയോ, നമ്മളൊരു ജൈവഭാവമുണ്ട്. അതുകൊണ്ട് അഭിമാനത്തോടെ തന്നെ പറയും, പറയാത്ത കല്യാണത്തിന് ഞാനും പോയിട്ടുണ്ട് എന്നുള്ള സന്ദേശം ചെറുതല കൂട്ടരെ. ജയ് ഹിന്ദ്, ജയ് ജഗത്. നിങ്ങളുടെ യാത്ര ഇനി ടെൻഷൻ ഇല്ലാതെ ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ. ടിക്കറ്റ്സ്, വിസ, ഹോളിഡേയ്സ്, ഉംറ എല്ലാം ഒരിടത്തു നിന്നും. നിങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ അഡ്വൈസും നൽകുന്നു. യാത്ര മുടങ്ങിയാൽ റീഫണ്ട് അസിസ്റ്റൻസും നൽകുന്നു. കൂടാതെ ഇനി ഓൺലൈനിൽ കാണുന്നതിലും കുറവ് നിരക്കിൽ എല്ലാ GCC രാജ്യങ്ങളിലേക്കും ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ നിന്നും ടിക്കറ്റ്സ് ലഭ്യമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അർജന്റീനയുടെ കളിയായ കാരണം ഞാൻ കരുതുന്ന ആരും ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. പക്ഷേ തിയേറ്റർ ഫുള്ളായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് അവതരിപ്പിക്കാനും നമ്മുടെ കൂടെ നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും ഉണ്ടായ കാരണം നമുക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കൊച്ചു കൊച്ചു സിനിമകൾ ചെയ്തിട്ടാണല്ലോ നമ്മളെ തുടക്കങ്ങൾ. എന്തായാലും നമുക്കൊരു വലിയ സിനിമ ചെയ്യണ്ടേ. ഇനി ഒരു 2.5 മണിക്കൂറിൻ്റെ ഒരു വലിയൊരു സിനിമ നമുക്ക് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സുകളും നമ്മളെ കൂടെ കട്ടക്ക് ഉണ്ടായിരുന്നു. അത് കാരണം നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ പൊന്നാനിയുടെ ഭംഗി കൃത്യമായിട്ട് നമുക്കതിൽ രേഖപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ ഒരുപാട് നന്ദി. ഇന്ന് എല്ലാവരും വന്നല്ലോ, ഒരുപാട് സന്തോഷം. എന്തായാലും പിന്നെ സിനിമ മാർക്കിടേണ്ടത് പൊതുജനമാണ്. നമ്മൾ ചെയ്യാമെന്ന് മാത്രം, അവരാണ് അതിൻ്റെ കറക്റ്റ് ഇത് പറയേണ്ടത്. നമ്മളത് പറയാൻ പാടില്ല. അതാണ്. ഓക്കെ, താങ്ക് യു. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. വളരെ നമ്മുടെ പൊന്നാനിക്കാരുടെ ഒരുപാട് കലാകാരന്മാർ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. എന്തായാലും നിരവധി സിനിമാ രംഗത്തുള്ള നിരവധി പേരെ വാർത്തെടുത്ത ഒട്ടനവധി നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു നാടിൻ്റെ പേരാണ് പൊന്നാനി. ആ പൊന്നാനിക്ക് വീണ്ടും ഒരു പ്രശസ്തി നേരുന്ന ഒരു മൂവിയായി ഇത് മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള എല്ലാവിധ ആശംസകളും നൽകുന്നു. നമ്മുടെ റഹ്മാൻ പോക്കർ, പ്രിയപ്പെട്ട കലാകാരന്മാരെ, ഈ സിനിമ ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കാനും കഴിഞ്ഞു. കൂടുതൽ ജനങ്ങളും കാണികളും ഉണ്ടായി. അത് വളരെ സന്തോഷം. പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞു, നസീർ വന്ന് പറഞ്ഞു ഈ സിനിമയിൽ അഭിനയിക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഞങ്ങൾക്കാണെങ്കിൽ സിനിമകൾ കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും കൂടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും വേഷം, എൻ്റെ കഴിവിനെ പരമാവധി ഞാനത് ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങൾ തന്നെ അതിന് അഭിപ്രായട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ കൗൺസിലർ കൂടിയായ ബദരിയ 2 വാക്ക് സംസാരിക്കാനാണ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി നമ്മുടെ ബദരിയ മാഡത്തിന്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇത്രയും ആളുകൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഫിലിം കാണാൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം മറ്റുള്ള കല്യാണങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു നല്ലൊരു കാര്യം നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ഈ പറയാത്ത കല്യാണത്തിന് പോവാതിരിക്കാനുള്ളൊരു സന്മനസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഇദ്ദേഹം നമ്മൾ പരിചയപ്പെട്ടത് ഈ വെൽക്കം ഡ്രിങ്ക് സിനിമയിലൂടെയാണ്. ഞങ്ങളെ പരിചയക്കാർ ഇപ്പം ഞങ്ങൾ കുടുംബക്കാരാണ്. എൻ്റെ വൈഫ് ഹൗസിലെ ഒരു പയ്യനാണ് ഇദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചില്ലല്ലേ. അപ്പം നമ്മുടെ കുടുംബക്കാരും കൂടിയായി. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മൾ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ നൂഹുക. പ്രിയപ്പെട്ടവരെ, വളരെ നല്ലൊരു ആശയമാണ് നമുക്ക് ഇവർ കൈമാറിയത്. കാരണം നമ്മൾ സാധാരണ പറയാൻ ലജ്ജിക്കുന്ന കാര്യം ജനങ്ങൾക്ക് അത് അറിയിച്ചതാണ്. വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ തുടക്കവും മനോഹരമായിരുന്നു, അതിൻ്റെ എൻഡിങ്ങും വളരെ മനോഹരമായിരുന്നു. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ എൻഡിങ്ങൊക്കെ വളരെ മനോഹരമായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിച്ചു. വളരെ നന്നായിട്ട് നമ്മളെ നസീർ അത്
കാര്യം കൈകാര്യം ചെയ്തു. വളരെ അഭിനന്ദനങ്ങൾ. ഇതിൽ അഭിനയിച്ച എല്ലാവരും അഭിനയമല്ല, യാഥാർത്ഥ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ഈ ഫിലിമിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമാണ്. ടെലിഫിലിം ആണെങ്കിലും ഇനി ഇവർക്ക് ഭാവിയിൽ വലിയ വലിയ സിനിമകൾ എടുക്കാനുള്ള പ്രചോദനം ഉണ്ടാവട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്തതായി ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഒത്തിരി തിരക്കുള്ള ആളാണ്. എന്തായാലും അവരെ ഞാൻ വിളിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച 1 എന്ന മൂവി തിയേറ്ററിൽ ആദ്യമായി നായകനായ ഒരു ഡബിൾ ക്യാരക്ടർ എനിക്ക് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ അനുപമ മേനോൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു തീമാണ് ഈ ഒരു ക്രൂ ഈ സിനിമയ്ക്ക് വേണ്ടി. നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രേക്ഷകയാണ് ഇപ്പോൾ, ഡയറക്ടർ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നല്ലൊരു തീമാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചതെന്ന് പറയാം. കാരണം ഭക്ഷണം, കല്യാണത്തിന് വിളിക്കാത്ത സദ്യക്ക് പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൽ ഒരു പരിധിവരെ വിശപ്പ് എന്ന് പറയുന്ന വലിയൊരു ഘടകം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആദിവാസി മധു വിശപ്പിൻ്റെ പേരിലാണ്, നമ്മളെപ്പോലെ കുറച്ച് പേര് തന്നെയാണ് ആ ഒരു മരണത്തിന് കാരണമെങ്കിലും നമ്മുടെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എന്ത് കിട്ടിയാലും വേണ്ട എന്ന് പറയില്ല, പറയോ? എല്ലാം നമുക്ക് വേണമെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക. പക്ഷെ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ പറയും മതി, എനിക്ക് അതിലും കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാത്തിനും പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വിശപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ കാശ് പോക്കറ്റിലിട്ടിട്ട് ഒരാളും വിളിക്കാത്ത സദ്യക്ക് പോയി കഴിച്ചിട്ട് എൻ്റെ അറിവിലില്ല. ഞാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഫേമിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാറ്ററിങ്ങിന് വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല വില അറിയാം ഭക്ഷണത്തിൻ്റെ. കാരണം ഭക്ഷണം കഴിച്ചിട്ട് പകുതി മുക്കാലും വേസ്റ്റാക്കി പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം ഡയലോഗ് പറയുന്നത് സാറാണല്ലേ, ഭക്ഷണത്തിൻ്റെ വാല്യൂ. അതെനിക്ക് എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു കാര്യമാണ്. കാരണം അതിൽ കുറച്ചും കൂടെ ഡയലോഗ്സ് കുറച്ചും കൂടെ ആഡ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത് ശരിക്കും കൊടുക്കേണ്ട ഒരു മെസ്സേജ് തന്നെയായിരുന്നു ഈ സിനിമയിൽ. വളരെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പൊന്നാനിയുടെ ഭംഗി എടുത്ത് കാണിക്കുന്ന അടുത്തൊരു മൂവിയായിട്ട് തന്നെ എനിക്ക് തോന്നി. ഇഷ്കിലായിരുന്നു പൊന്നാനി, ഇവിടെ കിസ്മത്തിലായിരുന്നു പൊന്നാനിയുടെ ഭംഗി ഞാൻ കണ്ടത്. അതിലും ഭംഗിയായിട്ട് വളരെ രസകരമായി ഹെലി ഷോട്ടുകളൊക്കെ ഉള്ള ഇതിൻ്റെ ഡയറക്ടർ സർ, ഓക്കെ സർ, അടിപൊളിയായിട്ടുണ്ട്. ക്യാമറാമാൻ സാർ, കാരണം താങ്കളുടെ ഷോട്ട്സുകൾ അപാരാണ്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില ഫ്രെയിംസൊക്കെ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഭംഗിയാണ്. പിന്നെ ബഷീർ സർ, അമ്മൻ എൻ്റെ ബ്രദറാണ്. അതുകൊണ്ട് എനിക്ക് അമ്മനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പറയാറുള്ളത് അമ്മൻ അത് ശരിയായില്ലെങ്കിൽ ശരിയായില്ല, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ക്രിട്ടിസൈസും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ വേറൊരു സന്തോഷ വാർത്തയും കൂടെ പറയുകയാണ്. എൻ്റെ ആദ്യത്തെ മൂവി, ഇവിടെ ചില ആൾക്കാർക്കൊക്കെ അറിയാം, ചില ആൾക്കാർ അവിടെ ഷോന് വന്നിട്ടുണ്ടായിരുന്നു. 1 എന്നാണ്, അമൻ തന്നെയായിരുന്നു അതിലെ നായകൻ. പക്ഷെ അതുകൊണ്ട് എനിക്ക് അമ്മൻ്റെ അഭിനയത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അതിൽ 2 റോള് ചെയ്തിട്ടുള്ളതാണ്, വ്യത്യസ്തമാർന്ന 2 റോള് ചെയ്ത് അമ്മൻ്റെ അഭിനയം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഇതിലെ അഭിനയത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എൻ്റെ 2ാമത്തെ മൂവി ഞാനിതാ ഇവിടെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിലെ നായകനും അമൻ തന്നെയാണ്. ഞങ്ങൾ അധികം വൈകാതെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കയറും. മാനമായി എൻ്റെ പ്രിയ സഹോദരന് ഞാനിവിടെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവരും ഇനിയും നല്ല സിനിമകൾ വരട്ടെ. കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. കാരണം ആ ചെറിയൊരു വർക്കിൽ കൂടെ തന്നെ നിങ്ങളത് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും, എസ്പെഷ്യലി ബഷീർ, താങ്കൾ വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പല ആൾക്കാരും, നമ്മുടെ തിരുമേനി ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ അടുത്ത വർക്കിൽ തിരുമേനി ഉണ്ട്. പിന്നെ അതെ, പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അമ്മ നായിക, ആ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരും ഞാൻ നമ്മുടെ എനിക്ക് പേരൊന്നും അറിയില്ല. ഇതിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് പറയുകയാണെങ്കിൽ മാനേജർ, ചൂടനായിട്ടുള്ള മാനേജർ, അത് കാരണം ഞാൻ ഇവൻ്റ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്ന ചിലതാണ്. മണ്ണെണ്ണ മാത്രമല്ല, ചിലപ്പോൾ എന്തൊക്കെ ഫുഡിൽ വീണ് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതല്ലേ
നന്നായിട്ടുണ്ട്. പിന്നെ സാർ താങ്കൾ നന്നായിട്ടുണ്ട്. ഈ മണവാളനായിട്ട് അഭിനയിച്ചിട്ടുള്ള വ്യക്തി ഓക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് എല്ലാവരും സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പ്രതീക്ഷിച്ചേനെ ടീസർ കണ്ടതിനേക്കാളും സോങ് കണ്ടതിനേക്കാളും ഇന്നിത് കാണാൻ വരാൻ പറ്റിയില്ലെങ്കിൽ സത്യത്തിൽ അതൊരു മിസ്സിങ് ആയി തീരുമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇനിയും വളർച്ചയുണ്ടാവട്ടെ. നമ്മുടെ സിനിമകളിലും നിങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ നമ്മൾ പരമാവധി ഇനി അമ്മൻ്റെ കയ്യിൽ കൊടുക്കാം. കാരണം അമ്മനാണ് ഇനി സിനിമയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം അമ്മൻ പറയും. എല്ലാവരും സഹകരിക്കണം. വരുന്നതിലെല്ലാത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രൂ ഉണ്ട്. ആ ക്രൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്ത് വേണമെങ്കിലും നമുക്ക് അഭിനേതാക്കൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് പിന്നെ ഈ വിജയാഘോഷത്തിൽ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് അമ്മനോട് ഒരുപാട് താങ്ക്സ് പറയും. കൂടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. കല്യാണത്തൊക്കെ 2 വാക്ക്. ഞാൻ ഇതിൽ കാണുന്ന സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഡയറക്റ്റ് എടുത്ത ആ തീരുമാനമാണ്. ഈ സിനിമയ്ക്ക് പൊന്നാനിക്കാർ മാത്രം മതി എന്നുള്ള ആ തീരുമാനമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. കൂട്ടുകാരാണ്, എല്ലാവരും കൂട്ടുകാരാണ്. അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇതൊരു ഉദയമാണ്. പൊന്നാനിക്കാരായ കുറേ കലാകാരന്മാരുടെ ഒരു ഉദയമാണ് ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് അർത്ഥം. പ്രിയപ്പെട്ട സ്നേഹിതൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നസീർ ഹുസൈൻ സംവിധാനം ചെയ്ത ഈ സിനിമ നല്ലൊരു സിനിമ തന്നെയാണ്. നല്ല സന്ദേശമാണ് നൽകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വികാരം പ്രണയമല്ല, അതിൻ്റെ അപ്പുറം വിശപ്പാണ്. അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനങ്ങൾക്ക് ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വലുതാണ്. എല്ലാവരും കാണണം, ഈ വിജയിപ്പിക്കണം. നല്ല സിനിമ ഇനിയും പൊന്നാനിൽ ഉണ്ടാവട്ടെ. പൊന്നാനി കളരിൽ നിന്ന് കൂട്ടുകാരെ, കലാസ്നേഹികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇത് വല്ലാത്തൊരു അനുഭവമായി. ഞാൻ പറഞ്ഞു നേരത്തെ ഷഫീറിനോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് മോഹിച്ചിരുന്നൊരു കാര്യം നമ്മൾക്ക് സാധിച്ചു കിട്ടിയാൽ അപ്പോഴത്തെ ആ ഒരു സന്തോഷം, എന്താ പറയേണ്ടത്, സംതൃപ്തി, ചാരിതാർത്ഥ്യം, അതാണ് ഇന്ന് കിട്ടിയത്. അതാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പല പല കഥകളും ഉണ്ടാവട്ടെ. ഞങ്ങളൊക്കെ വിളിക്കാൻ ഞങ്ങൾ വരും. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ഡയറക്ടർ നസീർ ഹുസൈന് ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ, ഇതിലും വലിയ സിനിമ എടുക്കാനുള്ളൊരു സാഹചര്യം ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ. മാത്രമല്ല എനിക്കിതിലേറെ സന്തോഷമായത് എൻ്റെ ശിഷ്യന്മാരോടൊപ്പം എനിക്കും അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ സിനിമ അവരുടെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി വഴുകി കണ്ട. അപ്പോൾ നമ്മുടെ വാക്കുകളെക്കാൾ ഇവിടെ കേക്കിനാണ് ഞാനൊക്കെ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇതിലെ എൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച റിതി അജീഷ് അവിടെ ഉണ്ട്. 2 വാക്ക് ഇല്ല ആൾക്കാർ. അപ്പോൾ എന്തായാലും സമയം ഒരുപാട് നമ്മുടെ ഷോക്ക് ടൈമായി. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് നസീർ ഹുസൈന് ഇപ്പോൾ 2ാമത്തെ ഒരു സിനിമയാണ് ഇപ്പോൾ ഈ ചെയ്തത്. അവന് ഒരുപാട് കാലമായിട്ട് സിനിമ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ അവൻ്റെ ഒരുപാട് കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ച ആളുകളാണ്. അപ്പോൾ അവൻ എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് എവിടെ വന്ന് വെച്ചിട്ടും മൊബൈലിൽ ഷൂട്ട് ചെയ്യും, ഫോട്ടോ എടുക്കും. അപ്പം തന്നെ അവനിക്ക് സിനിമയുമായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണം ആണ് ഇന്നിവിടെ നടന്നത്. അത് നിങ്ങളെല്ലാവരും കണ്ടു. വളരെ ചെറിയ ഒരു തീം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. വാസുദേവൻ തിരുമേനിക്ക് മികച്ച അഭിനേതാവ് എന്ന നല്ലൊരു അവാർഡ് തന്നെയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ വെൽക്കണ്ടറിങ്ങിന് വേണ്ടി സമർപ്പിക്കുന്നത്. ഇത് സമർപ്പിക്കുന്നത് കേരള സ്റ്റേറ്റ് എക്സിബിഷൻ ടീമാണല്ലേ. എന്തായാലും അതിന് അപ്പോൾ അടുത്തതായി നമ്മുടെ സാവിത്രി ടീച്ചർക്കാണ്, നമ്മുടെ സീനിയർ ആക്ട്രസ് ആയ സാവിത്രി ടീച്ചർക്ക് ഒരു ചെറിയ ഉപഹാരം നൽകാനായി നമ്മുടെ 1 സിനിമയുടെ ഡയറക്ടർ കൂടിയ അനുപമ മേനോനെ HM-ആയി വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ കലാരംഗത്ത് സജീവമാണ്. എന്തായാലും നല്ലൊരു കൈയടി 2 പേർക്കും. അടുത്തത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വെൽക്കം ഡ്രിങ്കിന്റെ ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ നസീർ ഹുസൈനെയും അതുപോലെ നമ്മുടെ CKM ഇസ്മായിൽ, വാസുദേവൻ തിരുമേനി, ജസീമ, നമ്മുടെ മെയിൻ റോള് നമ്മുടെ കൂടെ ചെയ്ത ബഷീർ മാരാമറ്റം, എല്ലാവരെയും വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ ആക്ടേഴ്സിനെയും ക്രൂ മെമ്പേഴ്സിനും ആശംസിക്കുകയാണ്.
ഇതിൻ്റെ നെക്സ്റ്റ് ഷോ, അതായത് നമ്മൾ 10:45 പ്ലാൻ ചെയ്തിരുന്നത്, അതെന്തായാലും ഇപ്പോൾ ഓൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഒരുപാട് ആളുകൾ പുറത്ത് പ്രേക്ഷകരുണ്ട്. എല്ലാവരെയും അടുത്ത ഷോയ്ക്കായി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഷോ കഴിഞ്ഞാൽ നമ്മുടെ പ്രവാസികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ ഒരു സിനിമ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ OTT പ്ലാറ്റ്ഫോമിൽ ഇത് റിലീസ് ചെയ്യുന്നതാണ്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാം. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.